ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ ഐ ആൻഡ് ENT സെമസ്റ്റർ 4-ൻ്റെ OT ആൻഡ് AT അതിൻ്റെ യൂണിറ്റ് 4 ആണ്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, മെഡിക്കൽ എമർജൻസി മീൻസ്. ആൻസർ ബി ആണ്. ഇമ്മീഡിയറ്റ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ് മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത്. കാർഡിയക് അറസ്റ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് നിന്ന് പോകുന്നതിൻ്റെ സിറ്റുവേഷന് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഹാർട്ട് ഫങ്ഷൻ ആണ്. പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് പോകുന്നതിന് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. പതുക്കെ ഹാർട്ട് സ്ലോ ആയി നിൽക്കുന്നതിന് കാർഡിയക് ഫെയിലിയർ എന്ന് പറയും. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് സൈൻ ഓഫ് കാർഡിയക് അറസ്റ്റ് ഫസ്റ്റ് സൈൻ എന്താണ്? പെട്ടെന്ന് ആൾ കുഴഞ്ഞങ്ങ് വീഴും, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയാവും, പെട്ടെന്ന് ആൾ കുഴഞ്ഞങ്ങ് വീഴുന്നതിനാണ് കാർഡിയക് അറസ്റ്റിൻ്റെ ഫസ്റ്റ് സൈൻ. ഓക്കെ, അതിൻ്റെ ആൻസർ ബി ആണ്, കൊലാപ്സ്. പൾസ് ഇൻ കാർഡിയക് അറസ്റ്റിൽ പൾസ് ഉണ്ടാവത്തില്ല, കാരണം ഹാർട്ട് നിന്ന് പോയി പൾസ് ഉണ്ടാവത്തില്ല. ഹാർട്ട് പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് സ്ലോ ആയി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാർഡിയക് ഫെയിലിയർ എന്നും പറയും. പിന്നെ ആൻസർ ബി ആണ്. ബ്രീതിങ് ഇൻ കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് നിന്ന് പോയപ്പോൾ സർക്കുലേഷൻ നിൽക്കും, എല്ലാം നിൽക്കും, അപ്പോൾ ബ്രീതിങ് എന്തായാലും കാണത്തില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ആസ്മ അഫക്ട്സ്, ആസ്മ ശ്വാസം മുട്ടിൻ്റെ അസുഖമാണ്. നാച്ചുറലി ആൻസർ ബി ആണ്, എയർവേസ്. ആസ്മ സിംറ്റംസ് എന്ന് പറയുന്നത് ശ്വാസം മുട്ടാണ്. നമ്മൾ ഒരു പ്രത്യേക സൗണ്ട് ചെയ്താൽ ശ്വാസം പോകുമ്പം തടസ്സമുള്ളതുകൊണ്ട് ഒരു സൗണ്ട് എന്ന് പറയുന്നത് വീസ് എന്നാണ്, അല്ലെങ്കിൽ വീസിങ് അല്ലെങ്കിൽ വിസിലിംഗ് സൗണ്ടാണ്. ആൻസർ ബി ആണ്. ആസ്മ കോസ്, ആസ്മയുടെ കാരണം എന്താണ്? ആസ്മയുടെ കാരണം എയർ പോകുന്ന വഴിക്ക് ലങ്സിനകത്തുള്ള ട്രാക്കയും ബ്രോങ്ക്യൂൾസും എല്ലാത്തിനും ട്യൂബ്സിലെല്ലാം ഇൻഫ്ലമേഷൻ വന്നിട്ട് അലർജി കാരണം റിയാക്ഷൻ ഉണ്ടായി, ഇൻഫ്ലമേഷൻ വന്ന് പിന്നെ എയർ പോകുന്നതാണ് ആസ്മയുടെ റീസൺ. ആൻസർ ബി ആണ്. റെസ്പിറേറ്ററി ഫെയിലിയർ മീൻസ് ശ്വാസം പ്രവർത്തനം ഫെയിലാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും, കാർബൺ ഡയോക്സൈഡ് കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് ആൻസർ. ഗ്യാസ് എക്സ്ചേഞ്ച് കറക്റ്റായിട്ട് നടക്കുന്നില്ല, ബ്ലഡിനകത്തുള്ള ഓക്സിജൻ ലെവൽ കുറയുന്നു, കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടുന്നു. പിന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. ലോ ഓക്സിജൻ കോസസ്, ഓക്സിജൻ പറയുമ്പോൾ നാച്ചുറലി ശ്വാസം മുട്ടുണ്ടാവും. ആൻസർ ബി ആണ്. പൾസ് ഓക്സിമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യുന്നു. അതിന് പറയുന്നത് SpO2 എന്ന് പറയും. സാച്ചുറേഷൻ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് SpO2. അത് പെർസെൻറ്റേജിലാണ് നോക്കുന്നത്. അത് ഒരു നോൺ ഇൻവേസീവ് മെത്തഡാണ്. നമ്മൾ പുറത്ത് വെച്ചിട്ട് നോക്കുന്നത്, ബ്ലഡിനകത്ത് നമ്മൾ നോക്കുന്നില്ല, ബ്ലഡ് പുറത്ത് വെച്ചിട്ട് നോക്കുന്നത് പ്രൊസീജിയറാണ്. അതിന് സാച്ചുറേഷൻ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെ പൾസ് ഓക്സിമീറ്റർ. ABG പക്ഷേ നേരെ തിരിച്ചാണ്. നമ്മൾ ബ്ലഡ് കുത്തിയെടുക്കുകയാണ്, ആർട്ടിക്കൽ ബ്ലഡ് എടുക്കുകയാണ്. അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് കേസ് എന്ന് പറയുന്നത്. അപ്പം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യുന്ന ബ്ലഡിനകത്ത് ബ്ലഡ് കുത്തിയെടുത്ത് അളക്കുന്നതാണ് ABG എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നോക്കുന്നത്. മറ്റേതിൽ പെർസെൻറ്റേജ് SpO2 പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. ഓക്കെ, ABG ആണ് കുറച്ചൊരു റിലയബിൾ മെത്തേഡ്. കാരണം കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ABG തന്നെ നോക്കണം. റീനൽ കോളിക് ഈസ് പെയിൻ. റീനൽ കോളിക് കിഡ്നിയുടെ ട്യൂബിൽ മൂത്രവിധുന്ന ട്യൂബിലേക്ക് വരുന്ന പാർട്സിൽ, മെയിൻലി കിഡ്നിയിൽ ഉണ്ടാകുന്ന ഒരു പെയിനാണ് റീനൽ കോളിക് എന്ന് പറയുന്നത്. അത് അവിടുത്തെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോഴോ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴോ അവിടെ മസിൽ ടൈറ്റ് ആവുന്നു, യൂറിനറി ട്രാക്റ്റിലൊക്കെ മസിൽ ടൈറ്റ് ആകുമ്പോൾ സ്പാസം ഉണ്ടാകുന്ന പെയിനാണ്. സാധാരണ കാണിക്കുന്നത് സ്റ്റോൺസ് ഉണ്ടാകുമ്പോഴാണ് പെയിൻ ഉണ്ടാകുന്നത്. റീനൽ കോളിക് എന്ന് പറയും. റീനൽ കോളിക് സിംറ്റം എന്താണ്? സിവിയർ പെയിനാണ്, ഭയങ്കര പെയിനായിരിക്കും. അതിൻ്റെ പ്രത്യേകം എന്താണ്? പെയിൻ വന്നും പോയി നിൽക്കുന്ന പെയിനായിരിക്കും. പെയിൻ മേലിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്ന രീതിയിലുള്ളൊരു പെയിനായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ സിവിയർ പെയിനാണ്. ഫ്ലാങ്ക് പെയിൻ, ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡാണ്, നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് സൈഡിലോട്ടുള്ള പെയിനാണ് ഫ്ലാങ്ക് പെയിൻ എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോൺ കോസസ്, കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ
പെയിൻ ഉണ്ടാവും, യൂറിൻ തടസ്സം നിൽക്കുമ്പോൾ പെയിൻ ഉണ്ടാവും. ഓക്കെ, ആൻസർ ബി ആണ്. ഹൈപ്പോഗ്ലൈസിമിയ മീൻസ് ഷുഗർ കുറയുന്നതിനാണ് ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്നത്. ആൻസർ ബി. ഹൈപ്പോഗ്ലൈസിമിയ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വരുമ്പം ക്ഷീണം വരാം, വിയർക്കാം, വിറയിലൊക്കെ വരാം, ബോധക്കേട് വരാം, ഇതെല്ലാം വരാം. അപ്പോൾ സ്വെറ്റിംഗ് ആയിരിക്കും അത് ആൻസർ. അതൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസാണ്, ഓട്ടോമാറ്റിക്കലി ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ആൻസർ ബി ആണ്. സിവിയർ ഹൈപ്പോഗ്ലൈസിമിയ, ഒരുപാട് ഷുഗർ കുറഞ്ഞു പോയാൽ നമുക്ക് ബോധക്കേട് വരെ വരാം. ഉള്ള ആൻസർ ബി ആണ്, കോമ. പ്രിവെൻറ്റീവ് മെഡിസിൻ എന്താണ് ചെയ്യുന്നത്? പ്രിവെൻറ്റീവ് മെഡിസിൻ അസുഖം വരാതെ നോക്കുന്നതിനാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റും ഡ്രഗ്സും നല്ല സർജറി അല്ല. ആൻസർ പ്രിവെൻഷൻ ആണ്, അസുഖം വരാതെ നോക്കുന്നു. ആൻസർ ബി, അവോയ്ഡ് ഡിസീസ്. പബ്ലിക് ഹെൽത്ത് ഡീൽസ്. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ മൊത്തം ജനങ്ങളെ ഒരു പേഷ്യൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരാളെ മാത്രമല്ല, മൊത്തത്തിൽ ജനസമൂഹത്തിന് അല്ലെങ്കിൽ പോപ്പുലേഷന് ഒരു പേഷ്യൻ്റായിട്ട് കാണുന്നതിനാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൻസർ ബി ആണ്, പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത്. എപ്പിഡെമിയോളജി എന്ന് വെച്ചാൽ എന്താണ്? എപ്പിഡെമിയോളജി ഡിസീസിൻ്റെ സ്വഭാവത്തിന് പഠിക്കുന്നതാണ്. ജനങ്ങളുടെ ഇടയിൽ, ഗ്രൂപ്പിൻ്റെ പോപ്പുലേഷൻ്റെ ഇടയിൽ ഡിസീസിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിക്കുന്നതാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരമല്ല, മൊത്തത്തിൽ പോപ്പുലേഷൻ്റെ ഇടയിൽ ഒരു അസുഖത്തിൻ്റെ സ്വഭാവം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് പാറ്റേൺ. ആൻസർ ബി ആണ്. ഇൻഫെക്ഷൻ ഡിസീസ് കോസ്റ്റ് മൈക്രോ ഓർഗാനിസം ആണ്. അത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ മൈക്രോ ഓർഗാനിസം. കാർഡിയക് അറസ്റ്റ് ഹാർട്ട് റിമൂവൽ ട്രീറ്റ്മെൻറ്റ് CPR ആണ്. കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ്, CPR ആണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്. അതിന് പ്രോട്ടോകോൾസ് ഉണ്ട്, ആ പ്രോട്ടോകോൾ പ്രകാരം അത് ചെയ്യണം. ആൻസർ ബി ആണ്. ആസ്മ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ടാബ്ലറ്റ്സ് ഉണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇൻഹലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻഹലേഷൻ ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മരുന്ന് ചെറിയ അളവിൽ കറക്റ്റ് ലങ്സിൽ തന്നെ എത്തുന്ന മെത്തേഡാണ് ഇൻഹലേഷൻ. അപ്പം അതിനകത്ത് പലതരത്തിലുള്ള മരുന്നുകളുണ്ടാകും. അതിനെ നമ്മൾ ഇൻഹേലറിൻ്റെ ഫോമിൽ നമ്മൾ ലങ്സിൽ എത്തിക്കുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, ഇൻഹേലർ. റെസ്പിറേറ്ററി ഫെയിലിയർ മീൻസ് ഓക്സിജൻ്റെ അളവ് കുറയുന്നു, കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നു ബ്ലഡിനകത്ത്. അതാണ് റെസ്പിറേറ്ററി ഫെയിലിയർ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഓക്സിജൻ തെറാപ്പി, ഓക്സിജൻ കൊടുക്കുക എന്നുള്ളത്. റിനൽ കോളിക്, കിഡ്നിക്കകത്ത് എന്തെങ്കിലും പെയിൻ വരികയോ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാനുള്ളത്. ആൻസർ ബി ആണ്, പെയിൻ റിലീഫ്. ഹൈപ്പോഗ്ലൈസിമിയ ട്രീറ്റ്മെൻറ്റ്, ഷുഗർ കുറഞ്ഞാൽ ഷുഗർ കൊടുക്കണം. അത് ഓറലി കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം. ഗ്ലൂക്കോസാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻസർ ബി ആണ്. പ്രിവെൻറ്റീവ് കെയർ ഇൻക്ലൂഡ്സ്, പ്രിവെൻഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ അസുഖത്തിനെ പറ്റി കണ്ടുപിടിക്കുകയാണ്, നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ചില ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ അതിന് പറയുന്നത് സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ അസുഖം വരുന്നതിന് മുമ്പ് തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ ബി ആണ്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എങ്ങനെയാണ്? മൊത്തത്തിൽ ഒരാളുടെ ആരോഗ്യത്തെ എല്ലാ ഘടകങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ, മെൻ്റൽ എല്ലാം കമ്പൈൻ ചെയ്ത് വരും. അപ്പോൾ അതിന് പറയുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും. ബി ആണ് ആൻസർ. ബയോമെഡിക്കൽ കൺസെപ്റ്റ് വെച്ചാൽ പഴയ കൺസെപ്റ്റാണ്. അസുഖം ശരീരത്തിൽ ഇല്ല എന്നുള്ള മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് നോക്കുന്നില്ല. അപ്പോൾ ആൻസർ ബി ആണ്. എക്കോളജിക്കൽ കോൺസെപ്റ്റ് വെച്ചാൽ നമ്മളെ പരിസ്ഥിതിയായിട്ട് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഡാപ്റ്റേഷനാണ് അതിൻ്റെ ആൻസർ, ബി ആണ്. ഫിസിയോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബയോളജിക്കലും പിന്നെ നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ഇൻ്ററാക്ഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിസിയോളജിക്കൽ കോൺസെപ്റ്റ്. സോഷ്യലും ബയോളജിക്കലും ഇത് രണ്ടും വരുന്നതാണ് ഫിസിയോളജിക്കൽ കോൺസെപ്റ്റ്. ആൻസർ ബി ആണ്. ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരാളെ മൊത്തത്തിൽ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തുള്ള ഒരു കൺസെപ്റ്റാണ്. അതിന് ആൻസർ ബി ആണ്, ഹോൾ പേഴ്സൺ, കംപ്ലീറ്റ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഫീവറിൻ്റെ സിംറ്റം, ഫീവർ എന്ന് പറയുന്നത് പനി വരുന്നു, ഹൈ ടെമ്പറേച്ചർ എൻ്റെ ആൻസർ. പോളിയൂറിയ മീൻസ് ഒരുപാട് യൂറിൻ പോകുന്ന ഒരു കണ്ടീഷനാണ്.
ആൻസർ ബി ആണ്. എക്സസ് യൂറിൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള അസുഖത്തിൽ പെട്ടെന്ന് ഒരുപാട് യൂറിൻ പോകുന്നു. അപ്പം ഒരുപാട് അസുഖത്തിൽ അങ്ങനെ വരാം. അപ്പോൾ പോളിയൂറിയ മീൻസ് ഒരുപാട് യൂറിൻ പോകുന്നതിനാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഹീറ്റ് ഡിസീസ്, ഹാർട്ട് ഡിസീസ് സിംറ്റം. ഹാർട്ട് ഡിസീസ് എന്നാൽ ഹാർട്ടിൻ്റെ ഡിസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ ആണ്, നെഞ്ചുവേദനയാണ്. ആൻസർ ബി ആണ്. ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഏരിയയിൽ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പെയിനെ നമ്മൾ അഞ്ചേന പെക്ടോറിസ് എന്ന് പറയും. ഓക്കെ, ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ്റെ പേരാണ് അഞ്ചേന പെക്ടോറിസ്. സെക്കൻഡ് ഡിഗ്രി ബേൺ. ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്ന് വെച്ചാൽ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബേണാണ്. സെക്കൻഡ് ഡിഗ്രി കുറച്ച് ഡീപ്പായിട്ട് പോകും. എപ്പിഡെർമിസ് ഡെർമിസ് രണ്ടും ഇൻവോൾവ് ആവും. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. ഡെർമിസ് ഡീപ്പർ ബേൺ ആണ്. നോസിയ ലീഡ്സ് ടു, ഓർക്കാനം വരുമ്പോൾ അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജിൽ വോമിറ്റിങ്ങിലേക്ക് പോകും. ആൻസർ ബി ആണ്. ഡയറിയയുടെ സിംറ്റം ഉണ്ടാകും. ഡയറിയ മീൻസ് ലൂസ് മോഷനാണ്, വെള്ളം പോലെ മോഷൻ പോകുന്നു. ആൻസർ ബി ആണ്. ജോണ്ടീസ് എന്ന് വെച്ചാൽ ഒരു സ്കിന്നും മൊത്തത്തിലൊരു മഞ്ഞ കളറാവുന്നതിനാണ് ജോണ്ടീസ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ബ്ലഡിൽ ബിൽറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണ് ജോണ്ടീസ് വരുന്നത്. ബിൽറൂബിൻ അളവ് കൂടാൻ വേറെ റീസൺസ് ഉണ്ട്. സാധാരണ ലിവറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ജോണ്ടീസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. യെല്ലോ സ്കിൻ. എപ്പിസ്റ്റെക്സ് എന്ന് വെച്ചാൽ നോസിനകത്തുള്ള ബ്ലീഡിങ്ങിനെയാണ് എപ്പിസ്റ്റെക്സ് എന്ന് പറയുന്നത്. നോസിനകത്ത് ഒരു ഏരിയ ഉണ്ട്, ലിറ്റിൽസ് ഏരിയ എന്ന ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് ബ്ലഡ് സപ്ലൈ കൂടുതലുള്ള ഏരിയയാണ്. പല ആർട്ടറീസും വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ആ ഏരിയയിൽ സ്കിൻ ഡ്രൈ ആകുമ്പോൾ, സ്കിൻ ക്രാക്ക് ആകുമ്പോൾ, എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ അവിടെ നിന്ന് ബ്ലീഡിങ് വന്നാൽ അൺകൺട്രോൾഡ് ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് എപ്പിസ്റ്റെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ടൈഫോയിഡ് സിംറ്റം എന്താണ്? ടൈഫോയിഡ് ഒരു ഇൻഫെക്ഷനാണ്. സാൽമണ ടൈപ്പ് വെച്ചുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ സിംറ്റം ഫീവറാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ ഉണ്ടാകും. അതിന് പറയുന്നത് പെർസിസ്റ്റൻറ്റ് ഫീവർ. ആൻസർ ബി ആണ്. എയ്ഡ്സ് കോസ്ഡ് ബൈ HIV, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ആൻസർ ബി ആണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ഡിസ്നി എന്ന് പറയുന്നത്. ബ്രീതിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസ്നി. ആൻസർ ബി ആണ്. അരിത്മിയ മീൻസ് ഋതം തെറ്റിക്കൊണ്ട് പോകുന്നു. കറക്റ്റായിട്ട് ഒരു കറക്റ്റ് ഗ്യാപ്പിൽ ഹാർട്ട് ബീറ്റ് ചെയ്ത് ഒരുപാട് വേരിയേഷൻ ഋതത്തിൽ ഒരു വ്യത്യാസത്തിനാണ് അരിത്മിയ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഇറഗുലർ ഹാർട്ട് ബീറ്റ്. CPR വെച്ചാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. സാധാരണ ഒരാൾ കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ ഹാർട്ട് നിന്ന് വരുന്ന അവസ്ഥയോ പൊഴിഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് CPR എന്ന് പറയുന്നത്. അത് BLSൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹാർട്ടിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെസ്റ്റ് കംപ്രഷൻ ചെയ്യും, എന്നിട്ട് മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കുന്നു. ഇതിനെയാണ് CPR എന്ന് പറയുന്നത്. സാധാരണ 15:1 അല്ലെങ്കിൽ 30:2 റേഷ്യോയിലാണ് നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. അതൊരു ലൈഫ് സേവിങ് ടെക്നിക്കാണ്. ഇൻഹലേഷൻ ഇഞ്ചുറി കോസസ്. നമ്മൾ ഏതെങ്കിലും എയറിൻ്റെ കൂടെ ഉള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ലങ്സിൽ പോയി കഴിഞ്ഞാൽ ലങ്സ് കേട് വരാം. ലങ്സ് കേട് വന്നാൽ ലങ്സിന് പ്രവർത്തനം നഷ്ടപ്പെടാം. അപ്പം റെസ്പിറേറ്ററി ഫെയിലിയർ വരാം. ആൻസർ ഡാമേജ് ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ബി ആണ്. ഡ്രഗിൻ്റെ ഓവർഡോസ് കൂടിയാൽ, ഡ്രഗ്സ് കഴിച്ച് ഡോസ് കൂടിപ്പോയാൽ ചിലപ്പം റെസ്പിറേറ്ററി ഫെയിലിയർ വരാം. ആൻസർ ബി ആണ്. ചെസ്റ്റ് ഇഞ്ചുറി വന്നാൽ എന്ത് വരാം? ചെസ്റ്റ് ഇഞ്ചുറി വന്നാൽ ലങ്സിനെ ബാധിക്കാൻ ശ്വാസമുട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. സൈനോസിസ്. സൈനോസിസ് മീൻസ് നമ്മുടെ സ്കിന്ന് ബ്ലൂ കളർ ആവുന്നതിനാണ് സൈനോസിസ് പറയുന്നത്. അപ്പം ബ്ലഡിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് സ്കിന്നിൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറുന്നത്. നോർമലി സ്കിൻ ഒരു പിങ്ക് കളറായിരിക്കും, പക്ഷേ ഓക്സിജൻ കുറയുമ്പോൾ ബ്ലൂ കളർ ആവും. അപ്പോൾ ആൻസർ ബി ആണ്. ലോ ഓക്സിജൻ. ഈ ഷോർട്ട് എസ്സേസ് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. കോമൺലി ഇതൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.